ലോക കേരള സഭയുടെ 4ാമത് സമ്മേളനം ജൂൺ 13 മുതൽ തിരുവനന്തപുരത്ത് നടക്കാനിരിക്കെ കടുത്ത വിമർശനമാണ് പ്രവാസ ലോകത്തു നിന്ന് ഉയരുന്നത്. കഴിഞ്ഞ 3 സമ്മേളനങ്ങൾ കൊണ്ട് പ്രവാസികൾക്ക് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ലെന്ന അഭിപ്രായമാണ് ഭൂരിഭാഗം പേർക്കും. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുമ്പോൾ എന്തിനാണ് ഈ പ്രഹസനമെന്ന ചോദ്യമാണ് ഇവിടെ നിന്നും കേൾക്കാനാവുന്നത്. ആഗോള പ്രവാസികളുടെ ഉത്സവമെന്ന് സർക്കാർ വിശേഷിപ്പിക്കുന്ന ലോക കേരള സഭയുടെ 4ാമത് സമ്മേളനം ജൂൺ 13 മുതൽ 15 വരെ തലസ്ഥാനത്ത് നടക്കും. പ്രവാസി ക്ഷേമത്തിനായി നടത്തുന്ന ലോക കേരള സഭയുടെ കഴിഞ്ഞ 3 സമ്മേളനങ്ങൾ കൊണ്ട് പ്രവാസികൾക്ക് എന്തൊക്കെ ഗുണമുണ്ടായെന്നതിൽ വാദപ്രതിവാദങ്ങൾ മുറുകുകയാണ്. രാഷ്ട്രീയവൽക്കരണം കാരണം ലോക കേരള സഭയുടെ പ്രസക്തി നഷ്ടമായെന്നും അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡങ്ങൾ പോലും അജ്ഞാതമാണെന്നും ആരോപണമുയരുന്നു. നമ്മളിപ്പം ഈ ലോക കേരള സഭ എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇത് ഗവൺമെൻറ് ഓഫ് കേരള നടത്തുന്ന ഒരു ഇവൻ്റാണ്. എല്ലാ മലയാളീസിനെയും ഡയസ്പോറ ലൈക്ക് ഔട്ട്സൈഡ് കേരള, ഔട്ട്സൈഡ് ഇന്ത്യ ഉള്ള മലയാളീസിനെ ഒരേ ഒരു സ്ഥലത്ത് കൊണ്ടുവരുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുന്ന ഒരു ഇവൻ്റാണ്. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് അവരുടെ എക്സ്പെർട്ടീസ് എടുത്തിട്ട് കേരളത്തിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇവൻ്റാണ് എന്നാണ് പറയണത്. പക്ഷേ ഇത്രയും കാലമായിട്ട് ദാറ്റ് ഈസ് ഇപ്പം 4ാമത്തെ ഇവൻ്റാണ് നടക്കാൻ പോകുന്നത്. 3 ഇവൻറ്റ്സും നടന്നിട്ടും ഒരു ഡെവലപ്മെൻറ്റ് രീതി ലൈക്ക് കേരളത്തിന് വേണ്ടിയിട്ടൊന്നും നടന്നിട്ടില്ല. ആൻഡ് അതുകൊണ്ട് ഇതൊരു ക്വസ്റ്റ്യനബിൾ ഇവൻ്റാണ്. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇത് ഇത്രയും പൈസ മുടക്കിയിട്ട് ഇത് ചെയ്യുന്നത്, ഈ ഒരു ഇവൻ്റ് ചെയ്യുന്നത്? പ്രവാസികൾക്കാണെങ്കിലോ, പ്രവാസികൾക്ക് പെൻഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നാട്ടിൽ ജോലി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ 6 മാസം ഇൻകം പ്രൊവൈഡ് ചെയ്യാം എന്നൊക്കെ വാഗ്ദാനങ്ങൾ പലതും മുന്നേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. പ്രവാസികൾക്ക് പോട്ടെ, അറ്റ്ലീസ്റ്റ് നാട്ടിലുള്ള നമ്മുടെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും ചെയ്യാമെന്ന് ഉള്ളൊരു ഇതിൽ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. സോ ഇറ്റ് ഈസ് കംപ്ലീറ്റ് വേസ്റ്റ്. ആൻഡ് അത് മാത്രമല്ല, നമ്മുടെ എന്താ പറയുക, ക്ഷേമ പെൻഷൻ ഒന്നും കൊടുക്കാൻ പറ്റാത്തൊരു സർക്കാർ, ഖജനാവ് ഖാലിയാന്ന് പറയുന്ന ഒരു സർക്കാർ, ആ ഒരു സർക്കാരിൻ്റെ ഖജനാവിന് തന്നെയാണ് പൈസ എടുത്തിട്ട് ഈ ഒരു ലോക കേരള സഭ നടത്തുന്നത്. സോ അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമുക്കും അറിയില്ല, അവർക്കും അറിയില്ല. ലോക കേരള സഭ നടന്നെങ്കിലും പ്രവാസികൾക്ക് പ്രയോജനമുണ്ടായില്ലെന്ന ആക്ഷേപമാണ് പ്രവാസ ലോകത്തു നിന്ന് പരക്കെ കേൾക്കാനുള്ളത്. ഓരോ ലോക കേരള സഭയിലും പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്ന പ്രവാസികൾ പ്രതീക്ഷയോടെയാണ് എത്തുന്നത്. പ്രവാസ ജീവിതത്തിലെ നീറുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയോടെ വേണ്ടപ്പെട്ടവരെ മാത്രം ക്ഷണിക്കുന്നു, സാമ്പത്തിക പ്രതിസന്ധിക്കിടെ പണം ദൂർത്തടിക്കുന്നു, ലോക കേരള സഭയിൽ പങ്കെടുക്കുന്നവരുടെ പശ്ചാത്തലം പോലും ആർക്കും അറിയില്ലെന്നും അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് വ്യക്തമല്ലെന്ന ആക്ഷേപം തുടങ്ങി ലോക കേരള സഭയുടെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന വിമർശനങ്ങളാണ് പ്രവാസികൾക്കിടയിൽ നിന്ന് കേൾക്കാനാവുന്നത്. ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ എതിരായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മളിപ്പോൾ കണ്ടത് ലോക കേരള സഭ നടക്കാൻ പോകുന്ന ഈ മാസം ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആയിട്ട് പുതിയ ഗവൺമെൻറ് വരാൻ പോകുന്നു. അവിടത്തേക്ക് ലോകസഭയിലേക്ക് ആളെ തിരഞ്ഞെടുത്തത് ജനങ്ങളാണ്. നിയമസഭയിലും അങ്ങനെയാണ്. ലോക്കൽ ബോഡിയിലും തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടാണ് ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. ഇത് ലോക കേരള സഭയിൽ ഗവൺമെൻറ്റിൻ്റെ കുറേ മാധ്യമ പ്രവർത്തകർ, ഗൾഫിലുള്ള വ്യവസായ സമ്പന്നർ, ഇടത് അനുകൂല സംഘടനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾ, അവരെ കൂടാതെ പ്രവാസ സമൂഹത്തിലെ വളരെ പ്രമുഖരായ ചില ആളുകളെയും കൂടി ചേർത്ത് കൊണ്ടുള്ള രീതിയിലേക്കാണ് ഇതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത്. ലോക കേരള സഭ നടന്നെങ്കിലും പ്രവാസികൾക്ക് പ്രയോജനമുണ്ടായില്ലെന്ന ആക്ഷേപമാണ് പ്രവാസ ലോകത്തു നിന്ന് ഉയരുന്നത്. കഴിഞ്ഞ ലോക കേരള സഭയിൽ അംഗങ്ങൾ നൽകിയ 67 നിർദ്ദേശങ്ങളിൽ 3 മാത്രമാണ് നടപ്പിലാക്കിയത്. 2 വർഷം പിന്നിടുമ്പോഴും മറ്റ് നിർദ്ദേശങ്ങൾ നടപ്പിലാക്കി വരുന്നുവെന്നാണ് അധികൃതരുടെ മറുപടി. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 3 സമ്മേളനം നടന്നിട്ടുണ്ട് ലോക കേരള സഭയുടെ. ഗവൺമെൻറ് 4ാമത് നടത്തുമ്പോൾ കഴിഞ്ഞ 3 ലോക കേരള സഭയിൽ ഉണ്ടായതിൻ്റെ റിസൾട്ട് ഒന്ന് റിവ്യൂ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം
മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് കാണിക്കുന്നുണ്ടായി. അതുപോലെ കാരണം ഇതൊരു ഗവൺമെൻറ്റിൻ്റെ ചെലവിൽ സർക്കാർ ഖജനാവിൽ നിന്ന് കാശെടുത്ത് ചെയ്യുന്നതാണ്. ഇതാരുടെ തറവാട്ട് വക കാശല്ല, അല്ലെങ്കിൽ പിരിവെടുത്തതല്ല. അപ്പോൾ സർക്കാർ വക കാശെടുത്ത് 10 കോടി 20 കോടിയൊക്കെ ചിലവാക്കി ഇങ്ങനെ ഒരു മഹാസമ്മേളനം നടത്തുമ്പോൾ കഴിഞ്ഞ 3 സമ്മേളനത്തിൽ എന്ത് നേട്ടമുണ്ടായി എന്ന് പൊതുജനങ്ങളോട് പറയാൻ, പ്രത്യേകിച്ച് പ്രവാസികളോട് പറയാനുള്ള ഉത്തരവാദിത്തം ഗവൺമെൻറ് കാണിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെയുള്ള സാധാരണക്കാരായ ബ്ലൂ കോളർ ജോലി ചെയ്യുന്ന പ്രവാസികളെ സംബന്ധിച്ച് ഇത് ഒരു തരത്തിലും ഗുണകരമല്ല. പ്രവാസികൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നില്ലെന്ന വിമർശനത്തിനിടെയാണ് 4 ലോക കേരള സഭ നടത്താനുള്ള തീരുമാനം. പ്രവാസി ക്ഷേമത്തിനായി ഭാവനാപൂർണമായ പദ്ധതികൾ ഒരുക്കും, മടങ്ങിയെത്തുന്നവരുടെ പുനരധിവാസത്തിന് വിപുലമായ പദ്ധതികൾ ഒരുക്കും, ഇങ്ങനെ എണ്ണമറ്റ പ്രഖ്യാപനങ്ങളായിരുന്നു ലോക കേരള സഭകളിൽ ഉണ്ടായത്. ഇതെല്ലാം കടലാസിൽ മാത്രം ഒതുങ്ങി. സർക്കാരിന്റെ ഈ വാഗ്ദാനങ്ങളൊന്നും പ്രവാസികൾ വിശ്വസിച്ച മട്ടില്ല. 2018 തുടങ്ങി ഇന്നിപ്പം 4ാമത്തത് ഈ ജൂണിൽ തുടങ്ങുമ്പോൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ധവളപത്രം ഇറക്കാനോ അതല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയാനോ ഗവൺമെൻറ് തയ്യാറാവണം. അല്ലാത്ത പക്ഷം ഇത് വർഷത്തിൽ നടക്കുന്ന ഒരു നാടകവും ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താനുള്ള ഒരു സംഭവവും ആയിക്കൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാസി ബിസിനസ് പ്രമുഖർക്കൊക്കെ മുഖ്യമന്ത്രിയെടുത്തും അതല്ലെങ്കിൽ മറ്റാളുകളുടെ ഇടയിൽ നിന്ന് കുറേ കാര്യങ്ങൾ പറയാനുള്ള ഒരു വേദി എന്ന ഒരു ഇവൻറ്റിനപ്പുറം ഒന്നും പോകുന്നില്ല. പ്രവാസികളുടെ പേര് പറഞ്ഞ് കോടികൾ ദൂർത്തടിക്കാനുള്ള തട്ടിപ്പ് പരിപാടിയായി ലോക കേരള സഭ മാറിയെന്ന അഭിപ്രായമാണ് പൊതുവെ പ്രവാസ ലോകത്തു നിന്ന് ഉയരുന്നത്. കഴിഞ്ഞ 3 ലോക കേരള സഭയിൽ ലഭിച്ച നിർദ്ദേശങ്ങളിൽ പ്രവാസികൾക്ക് ഗുണമുള്ളതൊന്നും നടപ്പാക്കാൻ സർക്കാർ തയ്യാറായില്ലെന്ന സത്യം നിലനിൽക്കുകയാണ്. അതിന് ഇത്തവണയെങ്കിലും മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷ മാത്രം ബാക്കി.